വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായ പോലീസ് ഇൻസ്പെക്ടറുടേത് ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. കരകുളം പുരവൂർക്കോണം ERW എ ഹൗസ് നമ്പർ 10-ൽ AV സൈജുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. 47 വയസ്സായിരുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള അംബേദ്കർ സ്റ്റേഡിയം പരിസരത്തെ മരത്തിലാണ് ബുധനാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കേസിനെ തുടർന്ന് സൈജു സസ്പെൻഷനിലായിരുന്നു. സ്റ്റേഡിയത്തെ തൂങ്ങി മരണം ദുരൂഹമായിരുന്നു. എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തുകയാണ് പോലീസ്. വിശദമായ അന്വേഷണം നടത്തും. പ്രദേശത്തെ CCTV അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം റൂറൽ പോലീസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയാണ് സൈജു. പീഡനക്കേസിൽ ജാമ്യം ലഭിക്കാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ ചൊവ്വാഴ്ച സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു. കേസിന്റെ വിധിയെക്കുറിച്ച് അറിയാനാണ് ചൊവ്വാഴ്ച സൈജു കൊച്ചിയിലെത്തിയത്. ചില സുഹൃത്തുക്കളെ കാണുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ഭയന്നാണ് സൈജു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. അറസ്റ്റിലായ താൻ മുൻപ് പിടികൂടി ജയിലിലാക്കിയ പ്രതികളോടൊപ്പം കഴിയേണ്ടി വരുമല്ലോ എന്ന ആശങ്ക സൈജുവിനുണ്ടായിരുന്നു. ഇത് അടുത്ത സുഹൃത്തുക്കളുമായി സൈജു പങ്കുവച്ചിരുന്നു. എറണാകുളം കൺട്രോൾ റൂം ഇൻസ്പെക്ടറായും സൈജു നേരത്തെ ജോലി ചെയ്തിരുന്നു. മലയൻകീഴ് സ്റ്റേഷനിൽ SHO ആയിരിക്കുമ്പോഴാണ് സൈജു ലൈംഗിക പീഡന കേസിൽ പ്രതിയായത്. വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ നാട്ടിലെത്തി തന്റെ ഒരു കടമുറി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലയൻകീഴ് സ്റ്റേഷനിൽ പരാതി നൽകി. സൈജു ഇടപെട്ട് കടമുറി ഒഴിപ്പിച്ചു നൽകി. തുടർന്ന് താനുമായി അടുപ്പത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഡോക്ടറുടെ പരാതി. ഈ കേസിൽ 2022 നവംബറിൽ സൈജുവിനെ സസ്പെൻഡ് ചെയ്തു. ഇതിനുശേഷം കുടുംബ സുഹൃത്തായ സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സൈജുവിനെതിരെ നെടുമങ്ങാട് പോലീസും കേസെടുത്തിരുന്നു. ഈ കേസ് 11 മാസം മുൻപ് കോടതി റദ്ദു ചെയ്തു. എന്നാൽ വനിതാ ഡോക്ടർ കേസുമായി മുമ്പോട്ട് പോയി. മലയൻകീഴ് സ്റ്റേഷനിലെ കേസിന്റെ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ നൽകാൻ സ്റ്റേഷനിലെ ഫയലുകളിൽ ക്രമക്കേട് വരുത്തിയെന്ന കേസിലാണ് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം റദ്ദാക്കിയത്. സൈജു ഇൻസ്പെക്ടറായിരുന്ന സ്റ്റേഷനിലെ റൈറ്ററുടെ റിപ്പോർട്ട് എന്ന പേരിലാണ് വ്യാജരേഖ ഹാജരാക്കിയതെന്നായിരുന്നു ആരോപണം. ഇത് വ്യാജമായി തയ്യാറാക്കിയ രേഖയാണെന്ന് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് DYSP ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിരുന്നു. കുറച്ചുനാളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സൈജുവിന് ജാമ്യം റദ്ദാക്കൽ വലിയ തിരിച്ചടിയായി. ഇതോടെയാണ് ആത്മഹത്യയിലേക്ക് വീണതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇന്നലെ രാവിലെയോട് കൂടിയാണ് സൈജുവിനെ എറണാകുളത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന പേടി മൂലമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. അത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റിലായ താൻ മുൻപ് പിടികൂടി ജയിലിലാക്കിയ പ്രതികളോടൊപ്പം കഴിയേണ്ടി വരുമല്ലോ എന്ന ആശങ്ക സൈജുവിനുണ്ടായിരുന്നു. ഇത് അടുത്ത സുഹൃത്തുക്കളുമായി സൈജു പങ്കുവച്ചിരുന്നു. എറണാകുളം കൺട്രോൾ റൂം ഇൻസ്പെക്ടറായും സൈജു നേരത്തെ ജോലി ചെയ്തിരുന്നു.